അതെയോ? സർക്കിട്ടൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പ്ലെയിൻ എടുത്ത് പിന്നെയും പോവാൻ. എന്താ ഉള്ളേ? കഴിക്കാൻ എന്താ ഉള്ളേന്ന്? ഫുഡ് കൊണ്ടുവരുന്ന പ്ലെയിൻ ലേറ്റായി, അതുകൊണ്ട് ഇന്ന് ഫുഡില്ല. അമ്മൂമ്മ അടുത്ത് ചോദിക്കുന്നേക്കാളും നല്ലത് കനാന്റെ അടുത്ത് ചോദിക്കുന്നേ. കനാൻഡി, കനാൻഡി. എന്നാ പാറു? എന്താ ഉള്ള കഴിക്കാൻ? ബ്രെഡ് ഇരിക്ക്. എന്നാ പിന്നെ എനിക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി തരുമോ? മുട്ടയില്ല. മുട്ടയുണ്ട്. അമ്മൂമ്മക്ക് എന്താ ഇത്ര കലിപ്പ്? ഞാനിപ്പൊ കലിപ്പില്ല. എന്നാ പിന്നെ അപ്പുറത്തെങ്ങനെ മാറുന്ന കലിപ്പിട്. മനുഷ്യ സ്വസ്ഥായിട്ടൊന്ന് വരയ്ക്കട്ടെ. മാറേ അങ്ങോട്ട്. തന്റെ ക്രയോൺസ് അല്ലേ? അതെ, തന്റെ ക്രയോൺസ് ആണ്. ആര് പറഞ്ഞെടുക്കാൻ? ആരും പറഞ്ഞില്ല, ഞാൻ സ്വയം അങ്ങ് എടുത്തതാ. എന്റെ ക്രയോൺസ് എന്തോന്ന്? ഞാൻ പറഞ്ഞത് വരച്ചോണ്ടിരിക്കണേ, വരച്ചു കഴിഞ്ഞിട്ട് തരാം. ചേച്ചിയുടെ ക്രയോൺസ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ചേച്ചി പ്രശ്നമാണല്ലോ. അതിന് എനിക്ക് ക്രയോൺസ് ഞാൻ ഇപ്പൊ തരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വരച്ചിട്ട് തരാന്ന്. ഇപ്പൊ ഞാൻ നിന്റെ ക്രയോൺസ് എടുത്തത് പറയുമ്പോ എന്താ കുഴപ്പം? എന്ത് ചേച്ചിക്ക് ചേച്ചിയുടെ സാധനങ്ങൾ എടുക്കുന്നത് ചേച്ചി ഇഷ്ടമല്ല. എന്റെ സാധനം ഇഷ്ടം പോലെ അവിടെ ഇരിക്കണ്ട, താൻ എടുത്തോ പോ. ഇത് പാറു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഉടലച്ചു സണ്ട പോടാതീങ്ക. അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആന്റി. എനിക്ക് ഞാൻ അപ്പുറത്ത് എങ്ങനെ പോയി മാറി വരച്ചോളാം. തന്റെ ക്രയോൺസ് ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പാറു വിട് പാറു, അപ്പുറം ഉനക്ക് കൊടുപ്പാ. ഉനക്ക് ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തരവാ? എനിക്ക് വേണ്ട. എനിക്ക് വേണം, എനിക്ക് ഉണ്ടാക്കിക്കോ. ആ, ഞാൻ ഉനക്ക് ഉണ്ടാക്കി തരാൻ. ഉനക്ക് വേണ്ട? എനിക്ക് വേണ്ട. അപ്പൊ ഉണ്ടാക്കി തരാൻ മാട്ടേ. പോരെ, കുറ്റിയിട്ടിട്ടില്ല, തുറന്നോ. എന്തുവാ ഇത്? എന്താ ലച്ചു, പാറു ഒന്നും കഴിക്കുന്നില്ല. കഴിക്കുന്നില്ലേ? അത് കുഴപ്പമില്ല, വിശക്കുമ്പോ കഴിച്ചോളൂ. എടി നീ അതങ്ങ് കൊടുക്ക്. വന്നെടുത്തോളം പറ. ദേ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ വരയ്ക്കാൻ എന്റെ മൂടും പോയി. നല്ലൊരു അവാർഡ് പ്രതീക്ഷിച്ച് വരച്ചു തുടങ്ങിയ ചിത്രമായിരുന്നു. പിന്നെ ആനമുട്ടയ്ക്ക് കണ്ണും മൂക്കും വരച്ചാ കിട്ടും ഉണ്ടക്കലപ്പ. അമ്മൂമ്മ ഇപ്പൊ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ. എടി അമ്മൂമ്മയല്ലയോ പറയുന്നത്, നീ അതങ്ങ് കൊടുക്ക്. അവള് പറയുന്നതേ അവിടെ ക്രയോൺസ് കൊടുക്കാതെ അവളോട് മാപ്പും പറയാതെ അവള് വരത്തേ ഇല്ലെന്നാ പറയുന്നേ. മാപ്പ് അത് ജയം പറയൂല. ജയനോ? അതാരാ? സിനിമയിലെ ഡയലോഗ് പറഞ്ഞതാ. വേണ്ട, അമ്മൂമ്മയല്ലയോ പറയുന്നേ. എന്റെ പൊന്നുമക്കൾ അങ്ങ് കൊടുക്ക്. എന്റെ അമ്മൂമ്മ അവളുടെ വാശിക്ക് ഇപ്പൊ നമ്മൾ നിന്ന് കൊടുക്കുവാണെങ്കിൽ അവള് പിന്നെ അതൊക്കെ ശീലമാക്കും. അതത്ര നല്ല സ്വഭാവമാണോ? എന്നാ പിന്നെ അവള് വല്ലതും കഴിക്കുമ്പോ നീയും കഴിച്ചാ മതി. അത് അന്യായം. ഇതാ എന്റെ തീരുമാനം. എന്റെ തീരുമാനമാണ് ഇന്ന് നിന്റെ വിധി. ഇതങ്ങനെയല്ലല്ലോ. ഞാനുവേ സിനിമയൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനും പറ്റും. ഉറപ്പാണോ? ഉറപ്പാ. എന്റെ അമ്മൂമ്മ എന്നാ പിന്നെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊടിക്ക് താന്നു കൊടുക്കാം. അമ്മൂമ്മയ്ക്ക് വേണ്ടിയൊന്നും അങ്ങനെ താണു കൊടുക്കണ്ട. നീ അങ്ങ് ചെന്നങ്ങ് താണു കൊടുത്താ മതി. പക്ഷെ ഞാൻ താന്നു കൊടുത്തതിന് എന്റെ ക്യാരക്ടറിന്റെ ബലം കുറയും അമ്മൂമ്മേ. അല്ലേലും ക്യാരക്ടറിനൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ നിന്റെ. അവളെവിടെ ഇരിക്കണേ? ഊഞ്ഞാലിൽ ഇരിപ്പുണ്ട്. അവക്ക് അമ്മൂമ്മയുടെ സ്വഭാവമാണ്. വിഷമം വന്ന് കഴിഞ്ഞാൽ ഉടനെ അവക്ക് ഊഞ്ഞാൽ ചാടും. അമ്മൂമ്മയുടെ സ്വഭാവം തന്നെയല്ലേ നിനക്കും? ഈ ക്രയോൺസ് ഞാൻ കൊണ്ടേ കൊടുത്താലേ അവള് കഴിക്കത്തുള്ളൂ. കഴിക്കത്തുള്ളു. നീ തന്നെ കൊണ്ടു കൊടുക്കണം. അവള് വന്ന് എടുക്കില്ല? ഇല്ല. അപ്പൊ ഈ വിഷമം മാറ്റിയിട്ട് വരാം. എളുപ്പം ചെല്ല്. അവിടെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ നോക്കണം. അതെന്തായാലും കിട്ടും.